മേപ്പാടിയിലും മറ്റുമായി നൂറുകണക്കിന് ആളുകളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മേപ്പാടി ആശുപത്രിയിലും മറ്റുമായി നൂറുകണക്കിന് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 19 മരണം മന്ത്രി അത് ഔദ്യോഗികമായി പറയുന്നില്ല എങ്കിൽ പോലും 19 മരണം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട മട്ടാണ് ഇപ്പോൾ ഉള്ളത്. 2019 നമുക്കറിയാം ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല, അതിന് സമീപമാണ് ഈ ചൂരൽമല എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ചൂരൽമല താരതമ്യേന സുരക്ഷിതത്വമുള്ള സ്ഥലമാണ് എന്നായിരുന്നു ഒരു കണക്കുകൂട്ടൽ. അവിടെ ദുരന്തമുണ്ടാകുമെന്ന് അവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ്. രക്ഷാപ്രവർത്തനത്തിന് 2 യൂണിറ്റ് സൈന്യമാണ് എത്തുക. എയർലിഫ്റ്റ് സാധ്യത പരിശോധിക്കാൻ കുനുവിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ ഉടൻ തന്നെ ഇവിടെ എത്തും. ഇപ്പോൾ അല്പസമയത്തിനകം എത്തുമെന്നുള്ള വിവരം മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അഗ്നിരക്ഷ, സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുൾപ്പെടുന്ന 250 അംഗ സംഘം ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. NDRFന്റെ കൂടുതൽ ടീമിനെ സംഭവസ്ഥലത്തെത്തിക്കാൻ സർക്കാർ റംല മേപ്പാടി ടൗൺ മെമ്പറാണ്. റംല മാഡം കേൾക്കാമോ? എന്താ മാഡം അവിടുത്തെ ഒരു അവസ്ഥ? അവിടെ ഇപ്പൊ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 12 പേരെ ഇപ്പൊ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. 12 അല്ലേ? 12 പേരത്. അതെ, ഏത് ഭാഗത്താണ് ഈ 12 മൃതദേഹം കിട്ടിയത് മാഡം? പിന്നെ 6 പേരത് ഇപ്പൊ ഇവിടെ നിലമ്പൂര് വെച്ചിട്ടാ കിട്ടിയെന്നാ പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയതാണല്ലേ? അങ്ങനെയാണല്ലേ? 12 മാഡത്തിന് അറിയാവുന്നത്. പിന്നെ മുണ്ടക്കായി കുറച്ച് പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരങ്ങോട്ട് പുറത്ത് കടത്താൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഇപ്പൊ നിലവിലുള്ളത്. മരങ്ങളൊക്കെ വീണിട്ട് ഇനി അതൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം അവരെ പുറത്ത് കടത്താൻ പറ്റുള്ളൂ. പിന്നെ റിസോർട്ടിൽ കുറച്ച് ആളുകൾ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറെ ആളുകളെ വിംസ് ഹോസ്പിറ്റലിലും കുറച്ച് ആളുകൾ ഇവിടെ PHCയിലൊക്കെ ആക്കിയിട്ടുണ്ട്. എത്ര പേരുണ്ടാവും ഈ ചികിത്സയിലുള്ള? എത്ര പേരുണ്ടാവും? വിംസില് മൊത്തത്തില് 80 പേരാണ് പറഞ്ഞിട്ടുള്ളത്. 80 പേര്. 80 പേരാ? 80 പേര്. കൊണ്ടുവരുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരൊക്കെ ഉണ്ടോ? ഉണ്ട്. കുറച്ച് ഗുരുതരമായവരൊക്കെ ഉണ്ട്. അവരൊക്കെ വിംസിലാക്കിയിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ PHCയിലാക്കിയിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള ആശുപത്രികളൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ? എങ്ങനെ? ചികിത്സയ്ക്കുള്ള ആവശ്യമുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ അവിടെ? അവിടെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. MLAയും പിന്നെ ബ്ലോക്ക് പ്രസിഡന്റും പിന്നെ ജില്ലാ പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ അവിടെ തന്നെ ഉള്ളത്. മാഡം ഇപ്പൊ എവിടെയാ, ഏത് മേഖലയിലാണ് ഉള്ളത്? എവിടെയാ നിൽക്കുന്നത് മാഡം? ഞാൻ ടൗണിലാണ് ഉള്ളത്. ടൗണിൽ അവിടെയാണോ? മറ്റു ജനപ്രതിനിധികളൊക്കെ ഉണ്ടോ അവിടെ? ഇല്ല, എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ ക്യാമ്പിലേക്ക് പോവാണ്. ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലും ഹൈസ്കൂളിലും APJ ഹാളിലൊക്കെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പിൽ ആളുകളൊക്കെ വന്നു തുടങ്ങിയോ? വന്നു തുടങ്ങി. അപ്പൊ അവർക്കുള്ള ഭക്ഷണം അത്ര സൗകര്യങ്ങളൊക്കെ ഒരുക്കണം ഇനി അല്ലേ? ഒരുക്കണം. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഈ ചുരത്തിലെ അവസ്ഥ എന്താ? ഗതാഗത തടസ്സം അങ്ങനെ വല്ലതും ഉണ്ടോ? എങ്ങനെ? ചുരത്തിൽ ഇപ്പം പിന്നെ വണ്ടി പോകണില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പോകാൻ പറ്റൂല എന്നപ്പോ KSRTC ബസ്സൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ന്യൂസിലൂടെ അറിഞ്ഞതാണ്. മറ്റെന്തൊക്കെയാ ഇനി നമുക്ക് ചെയ്യാനുള്ളത്? അതിനുള്ള എന്തെങ്കിലും ഹെലികോപ്റ്റർ എത്തുന്നൊക്കെ പറയുന്നുണ്ട്. ഹെലികോപ്റ്റർ എത്തുന്ന പറഞ്ഞു. ഇപ്പൊ കൽപ്പറ്റ വെള്ളം കയറിയതുകൊണ്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ബത്തേരിയാണ് ഇറങ്ങണത്. അപ്പൊ അവിടെ ഇറങ്ങിയതിന്റെ ശേഷം അവിടുന്ന് അവര് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്യും. അങ്ങോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ പോകും. അതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. കറണ്ട് ആ മേഖലയൊക്കെ പൂർണ്ണമായും കറണ്ട് പോയിട്ടുണ്ടല്ലേ? കറണ്ട് പോയിട്ടുണ്ട്. ഫുള്ളും പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ടൗണിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ രാവിലെയാണ് കറണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഭാഗത്ത് മൊത്തം സ്കൂളും പിന്നെ വീടുകളും മൊത്തം കംപ്ലീറ്റ് പോയി. വലിയ മരങ്ങളാണ് വന്ന് കിടക്കുന്നത്. നമുക്ക് ഈ മരിച്ചവരുടെ ഒരു സംഖ്യ ഒന്നും വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും നമ്മളെ പുത്തുമലയൊക്കെ ഓർത്തു വെക്കുന്നുണ്ട്. അതിലേയും വലിയ ഒരു സംഭവമായി അതിലും വലിയ ദുരന്തമാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. എടുത്തതിനെക്കാട്ടും കൂടുതൽ മണ്ണിന്റെ അടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അവിടെ ചെയർമാനൊക്കെ ഇപ്പൊ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് എടുത്തതിനെക്കാട്ടും കൂടുതൽ മണ്ണിന്റെ അടിയിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാമ്പുകൾക്ക് കൂടുതൽ വന്ന ആളുകളെ കൂടുതലായിട്ട് കരുതുക അല്ലെ? ക്യാമ്പുകളിൽ അതെ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരെ നോക്കാനും ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ. മാഡം അപ്പൊ അതിന്റെ തിരക്കിലായിരിക്കും. അതിന്റെ തിരക്കിലാണ്. ശരി, ഇടയ്ക്ക് വിളിക്കാം. ശരി. മേപ്പാടി ടൗൺ മെമ്പറാണ് റംല. ഇപ്പോൾ നമ്മൾ സംസാരിച്ച അനുസരിച്ച് ക്യാമ്പുകളിലേക്ക് ആളുകൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം കുത്തി ഒലിച്ച് പോകുന്ന പുഴയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. കുത്തി ഒലിച്ചാണ് ആ പുഴ പോകുന്നത്. അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. ഒരു പ്രദേശം